അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വ്ളോഗ് വഴി അറിയിക്കുക. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ അധികമാരും പുറത്തിറങ്ങണ്ട, ഫുള്ള് പാമ്പ് കടിയുടെ മാത്രമാണ് ഇപ്പോൾ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇവിടെ ചപ്പലും ഷൂ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. അതിനുള്ളിൽ വല്ലതും ഉണ്ടോ എന്ന് പഠിച്ചോന്നറിയാം. കാരണം പേടിയാണ് ഇപ്പോൾ. എനിക്കത് ക്ലീൻ ചെയ്യാൻ എടുക്കാൻ തന്നെ പേടിയാണ്. ഇവിടെ അത്രയും ഷൂ ഉണ്ട്, കുട്ടികളുടെ ഹസ്ബൻഡിൻ്റെ അങ്ങനെ എല്ലാം കൂടെ. പിള്ളേരൊക്കെ എടുക്കുമ്പോൾ ഞാൻ കുടഞ്ഞിട്ട് എടുക്കുക, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പോയി പമ്മി ഇരുന്നാൽ ഒന്നും അറിയൂല അല്ലേ. എല്ലാവർക്കും സേഫായിട്ട് ഇരിക്കാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ വേഗം എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കിടന്നേക്കുവാണ്. ഫ്രണ്ട് ഏരിയയ്ക്ക് ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ചൂടൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട്? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. ആ ഒരു ഫിലിമിലത്തെ കോമഡി പറഞ്ഞതാണ്. എനിക്ക് അതിൻ്റെ ശ്ലോകവും എന്താ ഇതിന് പറയാ, അതൊന്നും എനിക്കറിയില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. വേഗം വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചെടുക്കണം. ഈ ചവിട്ടിയൊക്കെ ഇങ്ങനെ കുടയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വല്ലതും വീഴണം കേട്ടോ. ഞാൻ അവിടെ ഇട്ടിട്ട് ഓടും. അത്രയ്ക്ക് പേടിയുള്ള സാധനമാണ് അല്ലേ ഈ ഒരു പാമ്പ് എന്ന് പറയുന്നത്. അയ്യോ, നമ്മുടെ ഇന്നത്തെ വിഷയം പാമ്പായി പോകുന്നുണ്ടോ? വേണ്ട വേണ്ട. അങ്ങനെ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി മുറ്റം ഒന്ന് അടിച്ചു വാരണം കേട്ടോ. അതിനുശേഷം ഞാൻ ബാക്കിലോട്ടൊക്കെ പോയത്. മുറ്റം ഫ്രണ്ട് ഏരിയ അത്യാവശ്യം അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ ഈ ഒരു സൈഡും ഒക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും പറയാൻ പറ്റില്ലല്ലോ, തണുപ്പ് തേടി വരുന്നതല്ലേ ഇപ്പം അല്ലേ. അങ്ങനെ ഈ ഭാഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എന്താണ്? വലിയ കമൻസ് ഒന്നുമില്ല, എന്നാലും ഇട്ട കമൻസ് ഒക്കെ വായിക്കാം അല്ലേ. അയ്യോ മടി, നല്ല അടിയുടെ കുറവുണ്ട് നോക്കാം അല്ലേ. പിന്നെന്താണ്? ചിക്കൻ അല്ല ബീഫ് അല്ലേ, മാറിപ്പോയി. ഞാൻ വീഡിയോ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ അങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞത് പറ്റിയിട്ടില്ലെങ്കിൽ സോറി. അയ്യോ അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചോളൂ. സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എന്നും ഇടാൻ നോക്കണം. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ വ്ളോഗിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ മാറിപ്പോവാറുണ്ട് കേട്ടോ. അതൊന്നും വലിയ സംഭവമൊന്നല്ലാന്നേ. അത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും തോന്നൂല്ല കേട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു, ദേഷ്യമൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോ അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഹായ് വീഡിയോ ഇടാൻ എന്താണ് ഡിലേ ആകുന്നത്? വീട്ടിൽ പോയാൽ പൊതുവേ ഡിലേ ആകും. ഞാൻ വീഡിയോ ഇടാൻ ഒരു മടി വരും. അത് നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? വീടിൻ്റെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തോട്ട് എന്തോ കയറിയ പോലത്തെ ഒരവസ്ഥ അല്ലേ. പിന്നെ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഹായ് ജിനി, ഹാപ്പി ടു സീ യു എഗെയിൻ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വീട്ടിൽ പോയ വിശേഷം ഇടായിരുന്നു. ഇടണം എന്നൊക്കെ വിചാരിക്കും, വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ എത്തിപ്പോയാലുള്ള ഒരു മടിയാണ്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ, അറ്റ്ലീസ്റ്റ് ഷോർട്ട് വീഡിയോ എങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോവാന്ന് വിചാരിക്കും. കാരണം നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ അതും ഷെഡ്യൂൾ ചെയ്യാണ്ട് എൻ്റെ കയ്യിൽ വീഡിയോ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഞാൻ പോയ സമയത്ത് എൻ്റെ ഗ്യാലറിയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഭയങ്കര മടിയാണ്, നല്ല അടിയുടെ കുറവുണ്ട് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഈ ഒരു സൈഡ് വേഗം അടിച്ചു വാരിയെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ചപ്പുണ്ടായിരുന്നു, ഇലകളായിരുന്നു കേട്ടോ കൂടുതൽ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പുറത്തുള്ള പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. എല്ലാവരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. വെയിൽ കൊള്ളാണ്ട് പരമാവധി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചില ആൾക്കാരുടെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ജോബിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു മാക്സിമം വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാണ്ട് നോക്കുക. അങ്ങനെ അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പകുതി വരെ ഞാൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൈ മുഖം കഴുകി ഒത്തിരി ഇതായപ്പോൾ ഞാൻ ബാക്കി പകുതി നാളെ അടിച്ചു വരാമെന്നും പറഞ്ഞിട്ട് പാല് അപ്പോഴേക്കും വന്നു. വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. നമ്മുടെ വീട് തന്നെയല്ലേ, നമുക്ക് സൗകര്യത്തിനൊക്കെ അടിച്ചു വാരി വൃത്തിയൊക്കെ ആക്കിയാൽ മതി.
അങ്ങനെ ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ട്, അയ്യോ ചായപ്പൊടി ഇട്ടു എന്ന് പറഞ്ഞപ്പോഴാ ചായപ്പൊടി മേടിക്കാൻ മറന്നുപോയി. നാളെ രാവിലെ ചായ വെക്കാനുണ്ടോ? മോനെ പറഞ്ഞയക്കണം വിചാരിച്ചിട്ട് അത് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു സിനിമയൊക്കെ ഇരുന്ന് കണ്ടു. പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ TV-യിലാട്ടോ കണ്ടേ. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലോ എന്തിലോ വന്നിട്ടുണ്ടല്ലോ, ജിയോ ഹോട്ട്സ്റ്റാറിലാണോ ഏതിലോ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിരുന്ന് കണ്ടു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫിലിം. കുറച്ച് രാഷ്ട്രീയമൊക്കെ അറിഞ്ഞിരിക്കണം അത് കാണണമെങ്കിൽ. എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് പല ക്യാരക്ടറും ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഉമ്മാന്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തു. കണ്ടിരിക്കാൻ പറ്റും, ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും കാണാട്ടോ ഫിലിം. പിന്നെ ചായയെല്ലാം കുടിച്ചിട്ട് ഇതാ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, വെടിക്കെട്ട് അപകടമൊക്കെ ഉണ്ടായില്ലേ അതിന്റെ. നമ്മൾ TV വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും. പിന്നെ നല്ല ഓക്കെ, ഏറെക്കുറെ കമന്റ്സ് ഒക്കെ വായിച്ചു അല്ലേ. പിന്നെ ഇതാ ഞാൻ വേഗം ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും, ദോശമാവ് കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ എന്താ ഇന്നലെ മേടിച്ച പൊറോട്ടയുണ്ട്, വീറ്റ് പൊറോട്ടയും നോർമൽ നൂൽ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം അതിരിക്കുന്നുണ്ട്. അപ്പം അതും ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടില്ല, കുട്ടികൾക്ക് മാത്രമായിട്ട് കേട്ടോ. പിന്നെ FB-യിൽ നമുക്ക് കുറേ ഹാർട്ടും ഇമോജിയും അടിപൊളി ജിമ്മിന് പോയി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇട്ടില്ല, അതുകൊണ്ട് കണ്ടില്ല. പക്ഷെ ഞാൻ FB-യിൽ പിന്നെയും കുറച്ചൊക്കെ റീല് ഇട്ടിട്ട് ആക്റ്റീവ് ഉണ്ടായിരുന്നു. യൂട്യൂബിലാണ് ഭയങ്കര കുറവായത് അല്ലേ. അങ്ങനെ ഒരു വാഷിങ് കഴിഞ്ഞ് തുണികളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വേഗം പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടു കേട്ടോ. എന്താ ഇനി കിച്ചണിൻ്റെ അവിടെയുള്ള ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഞാൻ ഭയങ്കര ഡള്ളായിട്ടാണോ സംസാരിക്കുന്നത്? എനിക്ക് ഒരു വിഷയം കിട്ടുന്നില്ലടോ സംസാരിക്കാനൊന്നും പറഞ്ഞു തരുമോ? നെക്സ്റ്റ് വ്ളോഗിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ, ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കണോ ചോദിക്കുന്നുണ്ട്. വേണ്ട കേട്ടോ, അതില് നമ്മള് ചിക്കൻ വേകുമ്പോൾ തന്നെ വെള്ളം വരുമല്ലോ, അപ്പൊ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ കറിവേപ്പില എത്രയും തഴച്ചു വളരാന് എന്താണ് യൂസ് ചെയ്യണത്, എന്ത് വെള്ളമാണ് യൂസ് ചെയ്യണത്? ആക്ച്വലി കറിവേപ്പില പൊട്ടിക്കുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാനത് കെയർ ചെയ്യുന്ന ഒരാളൊന്നല്ല. പൊതുവേ എനിക്ക് ഗാർഡനിങ്, ചെടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ. ഉമ്മയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും, സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, അല്ലാണ്ടൊന്നുമില്ല. ഞാനങ്ങനെ തെങ്ങിൽക്കും ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കറിവേപ്പിലക്കൊക്കെ വെള്ളം കിട്ടും, അങ്ങനെ അത് തഴച്ചു വളരും. അതാണ് സംഭവിക്കാറ്. ഞാൻ പിന്നെ കറിവേപ്പില പോയി പൊട്ടിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കും. ഇങ്ങനെ എതളായിട്ട് വലിച്ചെടുക്കാണ്ട് കമ്പോട് കൂടി ഒടിച്ചെടുക്കും. അപ്പോൾ പുതിയത് വരും കേട്ടോ. പിന്നെ അതാണ്. പിന്നെ നമ്മള് പണ്ടുള്ളവർ പറയുമല്ലോ ആ സമയത്ത് കറിവേപ്പില പൊട്ടിക്കാൻ പാടില്ല, കരിഞ്ഞു പോകുന്ന. എന്നാ പിന്നെ എൻ്റെ വീട്ടിലുള്ള കറിവേപ്പിലൊക്കെ ചെടിയൊക്കെ എപ്പോഴോ കരിഞ്ഞു പോകണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തണ്ടിങ്ങനെ പൊട്ടിച്ചെടുക്കാണ്ട് കമ്പോട് കൂടി ഒടിച്ചെടുക്കുക, അത്രമാത്രം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ പലതും പറയാറുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക, ഇത് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ. മുട്ടത്തോട് പൊടിച്ച് ചേർക്കുക, ചായപ്പൊടി ചേർക്കുക. ഇതൊന്നും ആവശ്യം ഇവിടുത്തെ കറിവേപ്പിലക്ക് എന്തായാലും ഇല്ല. ഇവിടെ തൊടി നിറയെ ആകെ വരുന്നൊരു സംഭവം അത് മാത്രമേ ഉള്ളൂ, കറിവേപ്പില. അപ്പൊ അതങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. കരിഞ്ഞ ചെടികൾ അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു, അത് പിന്നെ എങ്ങനെയാ കരിഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പിന്നെ പോയി. ആ മരം നിൽക്കുന്ന അവിടെയാണ് ഇപ്പോൾ വലിയൊരു ചെടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ, ഓൺ വോയിസ് പറഞ്ഞിട്ട് കാണിക്കാത്. പിന്നെ ഏറെക്കുറെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഞാനിവിടെ. കഴിക്കലും ഒക്കെ ചെയ്ത് എടുക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ, അല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സോയ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ടേസ്റ്റ് എന്നല്ല, ഏതൊരു ഡ്രിങ്കിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അത് കരിക്ക്, തേങ്ങാ വെള്ളം ഇതൊക്കെ തന്നെയാണ്. കണ്ണാടിയും ഒക്കെ വാങ്ങിയതേ
Pakistani food is best, right? So I got chili chicken here. I'll eat fine. We got a pepper fish. We got tikka chicken. We got kebab. Let's go. അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊളിച്ച് അതുകൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ച് നല്ല റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ എഗ്ഗ് കറി നിലത്തെ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിൽ എഗ്ഗ് ഞാൻ എക്സ്ട്രാ ബോയിൽ ചെയ്തിട്ട് ഇടും കേട്ടോ. അപ്പോൾ അത് രാവിലെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും രാവിലെ കഴിച്ച് 2 ദോശ കഴിച്ച് കുട്ടികൾക്ക് വീറ്റ് പൊറോട്ടയും നോർമൽ പൊറോട്ടയൊക്കെ ചൂടാക്കി കൊടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസം, നോൺ വെജും കാര്യങ്ങളൊന്നും ഞാൻ കുക്ക് ചെയ്യണമെന്ന് പോലും വിചാരിക്കാത്തൊരു ദിവസം ഫ്രിഡ്ജിലുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു ഇന്ന് ഫുള്ള് വെജ് മതി, നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അല്ലേ. തൊടിയിൽ പിന്നെ ചീര നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇനി കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചീര ഉപ്പേരി, ചീരക്കറി, ചീര എന്താ കടഞ്ഞെടുത്തത് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ താളിച്ചെടുക്കുക. അപ്പോൾ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നല്ല അടിച്ചു വാരിയപ്പോൾ ഞാൻ കണ്ടിരുന്നു 2-3 ചെടികൾ, നല്ല കേടൊന്നുമില്ലാത്ത ചെടികൾ. ചില ഭാഗങ്ങളിൽ വെള്ളപ്പാറ്റ വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല, ഇല ഇങ്ങനെ തിന്നിട്ടുള്ളത്. ഇത് മൊത്തം ചീരയാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഫുള്ള് വലിച്ചിട്ട് പോവാം. അത്രയുണ്ട്. നമുക്ക് 1 മാസമൊക്കെ ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മൂത്ത് പോകുമല്ലോ. പക്ഷേ എത്ര ഉണ്ടെങ്കിലും ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ട് വരുള്ളൂ. എനിക്ക് ഓവറായിട്ട് ഇലക്കറികൾ നിറയെ കട്ട് ചെയ്തിട്ട് അത് വെക്കുമ്പം എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എനിക്ക് ഇലക്കറികൾ വെക്കുമ്പോൾ വളരെ കുറച്ച് ഇലയിട്ടിട്ട് വെക്കുമ്പോഴാണ് എപ്പോഴും അതിൻ്റെ പെർഫെക്ഷൻ കിട്ടാറുള്ളൂ. അത് ചീരയും പരിപ്പും ആണെങ്കിലും ചീര ഉപ്പേരി ആണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചീരയും പരിപ്പുമാണ് വെക്കണത്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഇടും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. ഒട്ടും കേടില്ലാത്ത ഇലകളാണ് കേട്ടോ ഞാൻ നോക്കി വലിച്ചേക്കുന്നത്. വലിക്കുമ്പോൾ തന്നെ ഞാനത് നോക്കിയിട്ടാണ് വലിക്കുക. കാരണം പിന്നീട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അത് നോക്കി ഇത് നോക്കി അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വലിക്കുമ്പോഴേ അത് നോക്കി വലിച്ചു കഴിഞ്ഞാൽ പണികൾ കമ്മിയായി കിട്ടും. കാരണം ഉള്ളിൽ കുറേ ചീരങ്ങൾ വലിച്ചിട്ട് വന്ന് കുറേ വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ്. അങ്ങനെ ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വിസിലടിച്ചപ്പോഴത്തേക്ക് ഞാനിവിടെ ഉള്ളി, തക്കാളി, പിന്നെ വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. അതൊന്ന് വേവിച്ച ശേഷം വേവിച്ച പരിപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ തേങ്ങ ഞാൻ ചേർത്തിയ ശേഷം മാത്രമാണ് ഞാനിതിലോട്ട് ഇല ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇല ഫസ്റ്റ് ഇട്ട് കൊടുത്താൽ വേവ് കൂടുതലായാലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തേങ്ങ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഇല ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ തിളച്ചിട്ടുണ്ട്. ഇനി ഇല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇല വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. അന്ന് വിചാരിച്ച് നല്ലോണം വേവണ്ട, മൺചട്ടി ആയതുകൊണ്ട് ഒരു 1/4 ഭാഗം വെന്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, ഞാൻ അരി എടുക്കാൻ പോയിട്ടുണ്ട്, നമ്മുടെ ചോറ് വയ്ക്കാനുള്ള അരി. പിന്നെ രാവിലെ ഞാൻ അടിച്ചു വരാൻ പോയപ്പോൾ ഉള്ളൊരു മാങ്ങ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എടുത്തിട്ട് വരാൻ മറന്നപ്പോൾ ഉമ്മ എടുത്തു തന്നു. ഉമ്മ അത് എടുത്തു തന്ന് ഞാൻ ചെത്തിയപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയത്. വെറുതെ കഴിക്കാൻ കുറച്ച് പുളി ഉണ്ടായിരുന്നു കേട്ടോ, മധുരമുള്ള പഴുത്ത മാങ്ങയായിരുന്നു. അപ്പോൾ വെറുതെ കഴിക്കാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് പുളിയുള്ള പോലെ തോന്നി. കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രോക്ക് നെയ്റ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് നോർമൽ നെയ്റ്റ് തന്നെയാണ് ഒരു സെറ്റ്. ഫ്രോക്ക് നെറ്റ് എന്തൊരു മണ്ടത്തരല്ലേ വിളിച്ചു പറയുന്നത്. ഫ്രോക്ക് നെറ്റ് പൊട്ടത്തരം മണ്ടത്തരമൊക്കെ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ഇടുമ്പോൾ എനിക്കൊരു സെറ്റാവാത്ത പോലെ ഉണ്ട്. ഇനി നാളെ ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾ പറയൂ കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കുക്കറിൽ വേവിക്കണം. പിന്നെ കുറച്ച് പരിപ്പും കൂടെ വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി എന്താണ്? അയ്യോ, ശരിക്കും ഞാൻ പെട്ടുപോയേക്കുക. എനിക്ക് ഒരു സബ്ജക്റ്റും സംസാരിക്കാനില്ല. നിങ്ങൾക്കറിയോ? എനിക്ക് വയ്യ. നിങ്ങൾ ഒരു സംഭവമാണ്, എല്ലാം സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് സംഭവത്തിന്റെ സിനിമ ഓർമ്മ വന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കിയാലോ? നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ അല്ലാത്ത സോയ ഫ്രൈ. എണ്ണയിലോട്ട് വലിയ ജീരകം, ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 വലിയ ഉള്ളി, ഉപ്പിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൽ തന്നെ ഉണ്ട് കേട്ടോ, എല്ലാം അരച്ചുണ്ട്. ഉമ്മ അരച്ച് വെച്ചതായിരുന്നു. ഉമ്മ മസാല എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുക. പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് നമ്മുടെ സോയ ഇട്ട് കൊടുക്കുക. ഇനി കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരു ബീഫ് ഡ്രൈ ഫ്രൈ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല, പറ്റിക്കാണ്. തേങ്ങ കൊത്ത് ഇടാം. പലരും പറയും ബീഫ് കഴിക്കണ പോലെയാണെന്ന്. ഒന്നുമില്ല കേട്ടോ, സോയ കഴിക്കണ പോലെ തന്നെയാ. ഇച്ചിരി കുരുമുളക് പൊടിയും 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. മക്കളെ പറ്റിക്കാന്ന് വിചാരിച്ച മക്കളെ സോയ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ബീഫ് ഫ്രൈ ഒന്നും പറഞ്ഞിട്ട് പറ്റിക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അവര് അങ്ങനെ അത് സെറ്റാക്കിയിട്ട. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് എന്താ, കഷ്ണമുള്ള മാങ്ങ കിട്ടിയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാരുള്ള മാങ്ങ വേണമല്ലേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. അപ്പൊ എന്തായാലും കഷ്ണമുള്ള മാങ്ങ എന്നും പറഞ്ഞ് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മാങ്ങയും അതുപോലെ ശർക്കരയും പച്ചമുളകൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് മാങ്ങ വെന്തതും ജസ്റ്റ് ഒന്ന് കുത്തി ഉടക്കുന്നുണ്ട്. പിന്നെ തേങ്ങയിലോട്ട് ചെറിയ ജീരകം, തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കടുക് താളിച്ചു. ഞാൻ വലിയ സംഭവമൊന്നും താളിപ്പ് ആക്കിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കടുക് താളിക്കുമ്പോൾ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും വേണം. പക്ഷെ ഞാന് ഇങ്ങനെ അങ്ങ് താളിച്ചെടുത്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ നാരുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചൂപ്പി ഇരിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്കൊരു കഥയാണ് ഓർമ്മ വരിക. എൻ്റെ ഫ്രണ്ട് പണ്ട് പറഞ്ഞൊരു കഥ. ഞാൻ 6ൽ 7ലൊക്കെ പഠിക്കുമ്പോ അവളുടെ വീട്ടില് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ അന്ന് വെച്ച ചോറ് തികയൂല അത്രയും. അന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി എന്താണെന്നുള്ളത്. എല്ലാ മാങ്ങക്കാലത്തും ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം ഇതിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി നമുക്കൊരു പ്രാവശ്യം കഴിക്കാൻ തന്നു. അന്ന് സത്യം പറഞ്ഞാല് മധുരം, എരിവ്, പുളി ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള കറികളൊക്കെ നമ്മള് അങ്ങനെ ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല. അപ്പൊ ഇത് കഴിച്ചപ്പോ ഇതിനെയാണോ ഇത്ര ഹൈപ്പ് എന്ന് തോന്നിപ്പോയൊരു ആളാണ് കേട്ടോ ഞാന്. പക്ഷെ പിന്നീടാണ് അതിന്റെ രുചിയൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റായതും. ഇപ്പം ഞാനും അത്യാവശ്യം ചോറ് കഴിക്കും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഉഴുന്നുവടയുടെ കേസ്, മല്ലിയിലയുടെ കേസ്. മല്ലിയില എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കറികളിൽ മല്ലിയില ഇല്ലെങ്കിൽ എനിക്ക് വിഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിച്ചുവാരലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി എന്താണ്, ഫുഡ് കഴിക്കണം, ഫുഡ് വിളമ്പണം, കുളി കഴിഞ്ഞിട്ട് ഫുഡ് വിളമ്പണം, കഴിക്കണം. ഇത്ര തന്നെ ഉള്ളൂ ഇനിയുള്ള സംഗതികൾ. അപ്പൊ ജസ്റ്റ് ഞാൻ ആ ഒരു സ്വീറ്റ് പിക്കിൾ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ, അതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതില് അങ്ങനെ അതെല്ലാം സെറ്റാക്കി മാങ്ങയിട്ട് വെള്ളം ഒഴിച്ച് ശർക്കര പീസുകൾ ഇട്ട് ഉപ്പിട്ട് ഇതൊന്ന് വേവിക്കണം. ഇതുണ്ടല്ലോ പുറത്ത് വെച്ചിട്ട് കേടേ വന്നില്ല. ഇത് കഴിയണ വരെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, കേടും വന്നില്ല കേട്ടോ. അതെന്താന്നൊരു ഐഡിയ ഇല്ല. ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ടോ ലാസ്റ്റ് ആയിട്ട്. പിന്നെ ഇളക്കി സെറ്റാക്കി. ഈ മാങ്ങ ഉടഞ്ഞൊന്നും പോയില്ല കേട്ടോ, പുളിയും മധുരം എല്ലാം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നോക്കിയാലോ ഊണ്. അപ്പൊ നല്ല ചൂടാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ സ്വന്തം മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ വിളമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഫ്രൈ ചെയ്ത് നമ്മുടെ സോയ, മാങ്ങ അച്ചാറ്, മാങ്ങ ചമ്മന്തി, മുഴുവനും മാങ്ങാമയല്ലേ. പിന്നെ പരിപ്പും ചീരി, പിന്നെ തൈര്. പൊടി പൊടിക്കാൻ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പക്ഷെ എനിക്കിതിൽ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ പെരട്ടി കഴിച്ചപ്പോഴുണ്ടല്ലോ, ഹാഹാ സ്വർഗം, മാമ സ്വർഗം എന്ന് പറയുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മൈ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ തന്നെ എൻ്റെ സാറ് എന്നോട് പറഞ്ഞേ,
അവളെന്തൊക്കെയോ പറയും ബ്ലോഗില്. അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ബ്ലോഗില് ലാസ്റ്റ് ടൈം കണ്ടപ്പോട്ടോ. അപ്പൊ ഒരു 10-20 മിനിറ്റ് ഒക്കെ നമുക്ക് വർത്താനം പറയണ്ടേ. അപ്പൊ നാളെ കാണാം അല്ലേ. ബൈ.